കളങ്കാവല് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത് ലോകം മൊത്തവും പെണ്ണറിയപ്പെടണതായി. ഞാൻ സത്യത്തിൽ ഞാൻ വീട്ടിലിരുന്ന് പാടുന്ന ഒരാളാണ്. റെട്രോ ഫീലുള്ള ഒരു വോയിസ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു സിംഗറിനെ തെരഞ്ഞെടുത്തപ്പോൾ മോനാണ് പറഞ്ഞേ, അമ്മ ഇങ്ങനെ പഴയ പാട്ടൊക്കെ പാടുന്നതാണ്, വെറുതെ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നുണ്ട്. പക്ഷെ അവൻ എന്നോടും വലിയ പ്രതീക്ഷയൊന്നും തന്നിട്ടില്ല. ചുമ്മാ അത് പാടി നമുക്ക് ഡയറക്ടർക്കൊക്കെ ഇഷ്ടപ്പെടണം, പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടണം. അത് ഇത്രയും വലിയ എല്ലാവർക്കും, മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിനായകൻ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടെന്ന് പറഞ്ഞു. ഒക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവം തന്നെയാണ്. ഞങ്ങള് ലോഞ്ചിങ്ങിന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സംസാരിക്കാനുള്ള ഗഡ്സൊന്നും എനിക്കില്ല, പക്ഷെ ഇനി വിളിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് ഫിഗർ നന്നായിട്ടുണ്ട്. ആരുടെയെങ്കിലും കുറെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ നല്ല പേടിയുമുണ്ട്, പാട്ട് മൊത്തം പോവുകയും ചെയ്യും. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പോക്ക്മാനിൽ കൂടെ കേൾക്കുന്ന പാട്ടുകൾ ഇതെന്ന് ചിലപ്പോൾ കുറച്ച് ഭാഗം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവര് ഫിലിം ചെയ്തു വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്തേ. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. മന്നനെ നീ മാலை മയങ്ങും എൻ കണ്ണോട് കൺ സേരുതേ. ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വെള്ളിയാഴ്ചയാണ് ഒരാളുടെ ലൈഫ് മാറി മറിഞ്ഞത് സിനിമയിൽ. അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച, ഈ അടുത്ത് കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ജീവിതം മാറി മറിഞ്ഞ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. സിധു ചേച്ചി, വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. താങ്ക് യു മോനെ, താങ്ക് യു. ആ ജീവിതം മാറി മറിഞ്ഞ ആ പാട്ടിന്റെ ഒരു 2 വരി വെച്ച് തുടങ്ങിയാലോ? പടം നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാமல் தேடுதே ஒரு முகம் புன்னகை புதிரினில் தடுமாறும் இதயம் இந்த நாளில் வந்து சேரும் நம் காதல் സംഗമം. കുറച്ചു നേരം ഞാൻ ആ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീൽ ആയിപ്പോയി. ചേച്ചി, എന്താണ് ഈ കളങ്കാവൽ എഫക്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫിൽ? കളങ്കാവല് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത് ലോകം മൊത്തവും പെണ്ണറിയപ്പെടണതായി. ഞാൻ സത്യത്തിൽ ഞാൻ വീട്ടിലിരുന്ന് പാടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും പല സ്ഥലത്തു നിന്ന് എന്നെ വിളിക്കും. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ 14,000 മെസ്സേജസ് വരും. ആക്ടേഴ്സ് ഒക്കെ എനിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇൻസ്റ്റാഗ്രാം എടുത്തത് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴാണ് എടുത്തേ. അപ്പൊ 23 ഫോളോവേഴ്സ് എന്താ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതൊക്കെ കൂടി എല്ലാവരുടെയും റെസ്പോൺസ്. കാര്യം ഞാൻ വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പാണ് കൂടുതൽ, സ്മ്യൂളൊക്കെ ആയിരുന്നു കൂടുതൽ എന്റെ പ്ലാറ്റ്ഫോം പാട്ടിന്റെ. ഇത് വന്നു കഴിഞ്ഞപ്പോ അതിനകത്തുള്ളവരും ഒക്കെ അവർക്കൊരു പ്രൗഡ് പോലെയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാള് പാടി അത് ഇത്രയും ഹിറ്റായി. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഞാൻ ഈ ഒരു 8 ലൈനുള്ള പാട്ട് 1.5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ വിചാരിക്കാത്തതിൽ അപ്പുറം ആയപ്പോ ഒരുപാട് സന്തോഷം. ചേച്ചിക്ക് അറിയായിരുന്നു ഈ ആദ്യം പാടാൻ വിളിച്ച സമയത്ത് ഇങ്ങനെ ഒരു ജോണറിലുള്ള പടമാണിത്, ഇന്ന മൂഡിലാണ് ഇത്? അങ്ങനെ പറഞ്ഞില്ല. മോൻ ഓൾറെഡി മുജി മജീദിന്റെ അഡീഷണൽ പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പടത്തിന്റെ എല്ലാ കാര്യങ്ങളും വർക്കിന് കയറുമ്പോ പറയും ഇന്ന പടമാണ് അടുത്തത്, ഇന്ന പടമാണെന്ന് പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കളങ്കാവലിന്റെ വാക്കുണ്ട്. അപ്പൊ ഒരുപാട് സിംഗേഴ്സിനെ അവര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് പടം നവംബറിൽ തന്നെ ഇറങ്ങണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവർക്ക് പടം ഓരോ പ്രാവശ്യം ഇവര് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ റെട്രോ ഫീലുള്ള ഒരു വോയിസ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു സിംഗറിനെ തെരഞ്ഞെടുത്തപ്പോൾ മോനാണ് പറഞ്ഞേ, അമ്മ ഇങ്ങനെ പഴയ പാട്ടൊക്കെ പാടുന്നതാണ്, വെറുതെ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നുണ്ട്. പക്ഷെ അവൻ എന്നോടും വലിയ പ്രതീക്ഷയൊന്നും തന്നിട്ടില്ല. ചുമ്മാ അത് പാടി നമുക്ക് ഡയറക്ടർക്കൊക്കെ ഇഷ്ടപ്പെടണം, പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടണം. അപ്പൊ അമ്മ ജസ്റ്റ് ഒന്ന് പാടെന്ന് പറഞ്ഞ് അങ്ങനെ പാടിപ്പിച്ചതായിരുന്നു. ഞാൻ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും മെലഡി, സാധാരണ ഞാൻ ഈ ഹൊറർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയും പാടിയിട്ടുള്ള ഒരു ശീലമുണ്ട് എനിക്ക്. പിന്നെ ഈ തമിഴ് പടത്തിന്റെ ഒരു ജാനകിയമ്മയുടെ ഇവനൊരു റെഫറൻസ് തന്നത്, ജാനകിയമ്മയുടെ ഈ പാട്ട് തരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മ വെറുതെ ജസ്റ്റ് ജാനകിയമ്മയുടെ പഴയ ഈ തമിഴ് പാട്ടുകളൊക്കെ കേൾക്കണം, പ്രൊനൗൺസിയേഷൻ അതിന്റെ ഡൈനാമിക്സ് ഒക്കെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ ആദ്യമേ പറഞ്ഞിട്ട് ഈ പാട്ട് തന്നത്. അപ്പൊ അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. എന്നെ കുഴപ്പമില്ലാതെ പാടി. പാട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു? 2 വർഷത്തോളം ചെറുപ്പത്തിലെ ബേസിക് പഠിച്ചിട്ടുണ്ട്. ഈ സ്മ്യൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്, നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് ചെന്ന് ആദ്യമായ ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പാടുമ്പോ ആ ഒരു ഫീൽ. ആദ്യമായെന്ന് വെച്ചാല് വീട്ടില് മോന് ഗോപിസുന്ദറിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ആദ്യം. മോന്റെ പേര് നെവിൻ സിഡൽസൺ. അപ്പൊ ആ സമയത്തൊക്കെ ഹോം സ്റ്റുഡിയോ പോലെ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ അങ്ങനെ എനിക്ക് സ്റ്റുഡിയോയില് കുറച്ചൊരു പ്രാക്ടീസ് ഒക്കെ അതിൽ നമ്മൾ വെറുതെ ചുമ്മാ പാടുമായിരുന്നു. പിന്നെ ഈ ഒരു ഫിലിമില് മുജീബിന്റെ ഫോണിൻ കോൺവെർസേഷൻ ആയിരുന്നു എനിക്ക് കൂടുതല്. അവനാണ് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു പേടി തോന്നിയിട്ടില്ല. സ്റ്റുഡിയോയിൽ മോൻ തന്നെ റെക്കോർഡ് ചെയ്തതുകൊണ്ട്
ടെൻഷൻ ഇല്ല. ടെൻഷൻ ഇല്ലാതെ പാടി. അതുകൊണ്ട് അത്രയും ഫ്രീ ആയിട്ട് എനിക്ക് പാടാൻ പറ്റി. ഇപ്പൊ ഈ സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ്. മനുഷ്യകൊല്ലുമ്പോൾ. അതെ. അത് കേട്ടിട്ട് നമ്മളൊന്ന് തരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ പാട്ട് പാട്ട് നല്ലത്. വരുന്നത്. അതെ. ഇപ്പൊ ഞാൻ ആ സമയത്ത് കേൾക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചത്, പഴയ ഇളയരാജയുടെ വല്ല പാട്ടാണോ, ഇനി വല്ല നമ്മുടെ വാണിയമ്മ പാടിയതാണോ, ജാനകിയമ്മ പാടിയതാണോ, അതെ. എന്നിട്ടാണ് ചേച്ചിയാണെന്നുള്ളൊരു സാധനം അറിയണത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സൗണ്ട്? അതായത് ഞാൻ ശരിക്കും സംസാരിക്കുമ്പോ വോയിസ് ഇടുമ്പോ പിന്നെ പാടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. എന്റെ വോയിസ് സംസാരിക്കണ വേറെ, പാട്ടിന്റെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ പിന്നെ ആ ടോണെ അങ്ങോട്ട് മാറിയല്ലേ. അപ്പൊ അങ്ങനെ ഇതിനകത്തോട്ട് ചിലപ്പോ ഞാൻ ജാനകിയമ്മയുടെ പാട്ടൊക്കെ പാടി സ്കൂളിലിടും പറയും ഇവിടെയൊക്കെയോ ജാനകിയമ്മയുടെ സ്റ്റൈൽ ഉണ്ടെന്ന് പറയും. എനിക്ക് അവരുടെ പാട്ട് കേട്ടാ ഞാൻ വളർന്നേ, വാണിയമ്മയുടെയും ജാനകിയമ്മയുടെ ആ കാലഘട്ടത്തിലെ പാട്ടുകൾ കേട്ട്. അപ്പോ ഈ പാട്ട് പാടാനായിട്ട് പാടി കഴിഞ്ഞപ്പോ എല്ലാരും രാജാ സാറിന്റെ ഒറിജിനൽ റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാനായിരുന്നു ഈ പടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. മുജീബിന്റെ ഒരു ഗട്ട്സ് ആയിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഒരു ലിറിക്സ് എടുത്തിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്ത് പാടി. അതിലുപരി ഒരു വോയിസും കണ്ടെത്തിയിട്ട് അത് പ്രസന്റ് ചെയ്ത് അത് എന്റെ ഒരു ഭാഗ്യം കൂടിയാണ്. അത് ഇത്രയും വലിയ എല്ലാവർക്കും, മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിനായകൻ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവം തന്നെയാണ്. നേരിട്ട് കണ്ടായിരുന്നു മമ്മൂക്കനെ? കണ്ടായിരുന്നു. ഞങ്ങള് ലോഞ്ചിങ്ങിന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സംസാരിക്കാനുള്ള ഗഡ്സ് ഒന്നും എനിക്കില്ല, പക്ഷെ ഇനി വിളിക്കും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊരു ഗഡ്സ് ഒക്കെ വെച്ചിട്ട് ഇരിക്കണം. അതെ. വേറെ ആരാ ഇത് കണ്ടിട്ട് ഇതുപോലെ മമ്മൂക്ക പോലെ തന്നെ സെലിബ്രിറ്റീസ് ആരൊക്കെ മെസ്സേജ്? സെലിബ്രിറ്റീസ് കുറച്ച് ആക്ട്രസ്, അന്ന് വന്നിരുന്ന കുറച്ച് ആക്ട്രസ് ഒക്കെ എനിക്ക് ഓഡിയോ ലോഞ്ചിന് വന്നൊരു മെസ്സേജ്. പിന്നെ മോനാണ് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് പാട്ട് നന്നായിരുന്നു പറഞ്ഞാൽ അവന് മെസ്സേജ് അയക്കുമ്പോൾ അവൻ അതെനിക്ക് തിരിച്ചയക്കാറുണ്ട്. പിന്നെ ഈ ഫേമസ് ആയിട്ടുള്ള വിപിൻ സേവ്യർ, ആക്ട്രസ് അന്നാബെൻ, അവരൊക്കെ എനിക്ക് മെസ്സേജ് ഒരുപാട് നല്ല, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെവിയിൽ സിനിമ കണ്ടോണ്ട് ഇറങ്ങുമ്പോ ഓടി വന്നിട്ട് ഈ പാട്ട് ഒറിജിനൽ ആയിട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്ക് സന്തോഷം. ഇപ്പൊ ചേച്ചി ഇതിനു ശേഷം വേറെ എന്തൊക്കെ പ്രൊജക്ട്സ് പുതിയ വല്ലതും വന്നോ? പ്രൊജക്ട്സ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ എനിക്ക് തമിഴിൽ നിന്ന് 1-2 ഡയറക്ടേഴ്സ് ഇങ്ങനെ നമ്പർ തരാൻ വേണ്ടി, എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് ഞാൻ മോന്റെ നമ്പർ കൊടുത്തു. തെലുങ്കിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ നേരത്തെ സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഉണ്ട്. ഇഷ്യൂ ഉണ്ടോ? സ്റ്റേജ് ഫിയർ നന്നായിട്ടുണ്ട്. ആരുടെയെങ്കിലും കുറെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോ നല്ല പേടിയുമുണ്ട്, പാട്ട് മൊത്തം പോവുകയും ചെയ്യും. ഇത് പിന്നെ സ്റ്റുഡിയോയില് നമ്മള് വിരലെണ്ണാവുന്ന 4 പേരല്ലേ ഉണ്ടാവത്തുള്ളൂ. അതും തന്നെ എന്നെ ഒരുപാട് ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു അവര്. നല്ലപോലെ സംസാരിച്ച് ഒന്ന് അതിൽ നിന്നൊക്കെ വിട്ട്. പിന്നെ മുജീബിനെ സംബന്ധിച്ച് ഭയങ്കര ഫ്രീ ആണ്, ജിതിനായാലും നല്ല ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് അധികം ഇവന്റെ മോന്റെ ഇതിലൂടെ എനിക്ക് അവരെയൊക്കെ കുറച്ച് പരിചയമുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സംസാരിച്ച് പരിചയം. അപ്പൊ അതുകൊണ്ട് വലിയ പേടി ഉണ്ടായിരുന്നില്ല. ഈ മുജീബ് മജീദ് മ്യൂസിക് ഡയറക്ടർ എങ്ങനെ ഈ സംഭവം പറഞ്ഞു തന്നത്? അതായത് ആദ്യം നമുക്ക് ഈ പല സ്ഥലങ്ങളിൽ ഇടണം എന്നല്ല എന്നോട് പറഞ്ഞ, വോക്ക്മാനിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോ വോക്ക്മാനിൽ കൂടെ കേൾക്കണ പാട്ടുകളാ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ കുറച്ച് ഭാഗം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവര് ഫിലിം ചെയ്തു വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്തേ. പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല ഫീല്, അതായത് ആ ഒരു ഫീല് കൊണ്ടുവരും. ഓൾറെഡി എന്റെ പാട്ടിൽ ആ ഒരു ഫീല് വരും എന്ന് അവർക്കറിയായിരുന്നു ഞാൻ പാടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നായിരുന്നു. റീടേക്കുകളൊക്കെ കുറെ പോയാ, അല്ലെങ്കിൽ സിംഗിൾ ടേക്ക് തന്നെ? ഇല്ല, സിംഗിൾ ടേക്ക് അല്ലായിരുന്നു, 3-4 പ്രാവശ്യമൊക്കെ ടേക്ക് എടുത്തു. ഇപ്പൊ നമ്മള് ചില പാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർ ഈ ഹോട്ടലിൽ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിലപ്പോ അവരുടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ചമ്മലാണ്, അയ്യോ എന്റെ ഒരു സ്വരം എന്നുള്ള രീതിയിലൊന്നും പരിചയമുണ്ട്. ചേച്ചിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്? ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ഈ പാട്ടാണല്ലോ കേൾക്കാൻ? ഇല്ല, എനിക്ക് എന്റെ വോയിസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാര്യം ഞാൻ പാടിയിടുമ്പോക്കെ ഞാൻ തന്നെ ആസ്വദിച്ച് കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ സ്മൂളിലൊക്കെ എന്ന് വെച്ചാല് നമ്മുടെ ഇഷ്ടത്തിന് പാട്ടെടുത്ത് പാടാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഗായകരെ തെരഞ്ഞു പിടിച്ചിട്ട് പാടാം, നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ഞാൻ പാടുമ്പോ തിരിച്ച് ഞാൻ തന്നെ ആസ്വദിക്കും. അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് എന്റെ വോയിസിനെ ഞാൻ ഇഷ്ടപ്പെടണുണ്ടായിരുന്നു. പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമായിരുന്നു എന്റെ വോയിസ്. ഇപ്പൊ ഈ സിനിമയില് മൊത്തം 4 പാട്ട്, 2 ചേച്ചിയല്ലേ പാടിയത്? അതെ, ഡ്യുവറ്റും കുട്ടി 3 പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇത്രയും പാട്ടുകൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയായിരുന്നു? ഈ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ശ്രീരാഗിന്റെ കൂടെ പാടിയ എൻ വൈകി നദി, നമുക്കന്ന് അതിന്റെ ഒരു 2 വരി കേട്ടാലോ? ഇതിലെ വേറെ പാട്ട് മന്നനെയാണ്. മന്നനെ
நீ மாலை மயங்கும் என் கண்ணோடு கண் சேருதே மண்ணிலும் என் காதல் அடங்கும் பொய்விண்ணோடு நீ சொல்லுதே மௌனமே என் கானமே മലരേ അഴകിൻ മൊഴികൾ ഫീല് ഫീലാണ് പാട്ടിന്റെ രാജാ സാറിന്റെ പോലെ സ്റ്റൈൽ ഓഫ് സിംഗിൽ ഫീലാണ് കൂടുതൽ. മകനെ റിയാലിറ്റി ഷോയിൽ പഠിപ്പിക്കാൻ നടന്ന ഒരു അമ്മ, അങ്ങനെ ഒരു സാധനം കേട്ടായിരുന്നു. അതെ അതെ അതെ. ചേച്ചിക്ക് അപ്പൊ ഈ പാട്ട് ചെറുപ്പം തൊട്ട് ഇതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു, നാലാള് കേൾക്കണം? ഇല്ല, അങ്ങനെ ഞാൻ മോഹമായിരുന്നു? അങ്ങനൊന്നും മോഹം ഉണ്ടായിട്ടില്ല. പേടിയായിരുന്നല്ലോ എനിക്ക്, അതുകൊണ്ട് അങ്ങനത്തെ ഒരു മോഹം ഉണ്ടായിട്ടില്ല. പക്ഷെ പാട്ട് എനിക്ക് ഭയങ്കര എന്റെ ജീവനാണ് പാട്ട്. അപ്പൊ 5 വയസ്സുള്ളപ്പോഴാണ് മോനിങ്ങനെ, ഞാൻ ചെറിയൊരു ഗാനമേളക്കൊക്കെ ഈ നിലത്തിരുന്ന് പാടുന്ന അങ്ങനെ പോയിട്ടുണ്ട് 1-2 സ്ഥലത്ത് അമ്പലങ്ങളില്. അപ്പൊ അവിടെ പോയി മോനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവനൊരു 4-5 പേര് പഠിപ്പിച്ചപ്പോ അവൻ പാടി. എനിക്ക് അന്നു മുതൽ തോന്നിയായിരുന്നു ഇവനിൽ എന്തോ ഒരു സംഗീതത്തിന്റെ എലമെന്റ്സ് കിടപ്പുണ്ടെന്ന്. പിന്നെ അവനെ ഞാൻ അതിലൂടെ യാത്ര ചെയ്ത് കോമ്പറ്റീഷനും എല്ലാത്തിലും പങ്കെടുപ്പിച്ച്. 10 വയസ്സിലായിരുന്നു ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ പങ്കെടുത്ത്. 11 വയസ്സിൽ സൂര്യ സിംഗറിൽ പങ്കെടുത്തു. പിന്നെ ബോൾ ബേബി ബോളിൽ പങ്കെടുത്തു. അങ്ങനെ ഡിഗ്രി +2 കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴൊക്കെ ഇവന് സംഗീതം തന്നെയാണ് ഇഷ്ടം. +2 കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ പഠിപ്പിക്കുമെന്ന് കണ്ടപ്പോഴാണ് ആ സമയത്ത് ഒരു 10 വയസ്സിൽ ഇവൻ ഈ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ യൂട്യൂബിന്റെ ചെറിയ ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഇവനെ ഓഡിയോഗ്രാഫിയെ പഠിപ്പിച്ച് 19 വയസ്സിൽ തന്നെ ഗോപി സുന്ദറിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് കയറിയായിരുന്നു. അന്ന് മുതൽ അവൻ ഒരു ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ ഒരു മോഹമായിരുന്നു അവനൊരു സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുക, ഒരു ടിവിയിൽ അവന്റെ മുഖം കാണുക. ഒരു മോനും കൂടെ ഉണ്ട് എനിക്ക് വേറെ, +1 പഠിക്കുന്നു, പേര് മെബിൻ. ഇപ്പൊ ചേച്ചി പുറത്തിറങ്ങുമ്പോ എങ്ങനെയാ, പണ്ടത്തെ പോലെയാണോ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു സെൽഫി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പോ ഇതിനൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോ എന്നെ തിരിച്ചറി. ഇപ്പോ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെന്നിട്ടില്ല, കാര്യം പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ പോകാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ബാക്കി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, വീട്ടുകാരുടെ സപ്പോർട്ട്? വീട്ടുകാരുടെ എന്റെ ഹസ്ബൻഡിനെ എടുത്തു പറയണ്ടോ എന്നാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ അപ്പം മുതല് ഭയങ്കര സപ്പോർട്ടാ പാട്ടിന്. ആസ്വദിക്കണ ഒരു മനുഷ്യരാ, പാടാനില്ല പക്ഷെ ആസ്വദിക്കും നന്നായിട്ട്. എന്നെ മോനെ ഞങ്ങളുടെ വീട്ടിലുള്ള എൻജോയ്മെന്റ് ആയിട്ട് കഴിയണ ഒരു ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് വീട്ടുകാര് എൻ്റെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാ. അയൽവാസികൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അവർക്കൊക്കെ ഒരു അതിശയമാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാള് ഇങ്ങനെ ആകുക എന്ന് പറഞ്ഞൊരു ഭയങ്കര അതിശയമാണ്. ചേച്ചിയുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വീട്ടമ്മയിൽ നിന്ന് നേരെ ഒരു സെലിബ്രിറ്റി സിംഗർ. ചേച്ചിയുടെ ഫ്യൂച്ചർ എന്താ ചേച്ചി ആഗ്രഹിക്കുന്നത്? ഞാൻ ഇതുവരെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും നല്ലത് വരുവാണെങ്കിൽ, എനിക്ക് ഫ്രീ ആയിട്ട് പാടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഗീതത്തിന് ഇഷ്ടപ്പെടണോണ്ട് എനിക്കത് അങ്ങനെ ഇഷ്ടമാണ്. അതിനുവേണ്ടി ഞാൻ സംഗീതം പഠിക്കാനൊക്കെ ചേർന്നു. അങ്ങനെ പോകുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? രാജാ സാറിന് ഇഷ്ടമാണ്, പിന്നെ രവീന്ദ്ര മാസ്റ്റർ. ആരെങ്കിലും കീഴിലും പാട്ട് പാടണം എന്നുണ്ടോ? അങ്ങനെ അത്രേ എനിക്ക് അവരുടെ കൂടെയൊക്കെ പാടാനുള്ളത് കൊണ്ട് ആഗ്രഹിക്കാം. അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്താ നമ്മുടെ ഭാഗ്യം പോലെ, ഇതൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ പ്രായത്തിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തേലൊക്കെ നന്നായിട്ട് ഇപ്പോഴാ പാടുന്നത്. ഇങ്ങനെ പടി അപ്പൊ വോയിസ് നിലനിർത്തി കൊണ്ടുപോകുന്നത് എൻ്റെ വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പുകളും ഈ സ്മൂൾ ഗ്രൂപ്പൊക്കെയാണ്. എനിക്ക് അതിലുള്ളവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചേച്ചി സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ആക്റ്റീവ് ആവണം. ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോ എനിക്ക് വലിയൊന്നും കിട്ടിയില്ല. ഫേസ്ബുക്കിൽ പോയി, അപ്പൊ അവിടെ പഴയ എല്ലാം മോന്റെ ഫോട്ടോസാ. അതിലുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതാ ഞാൻ പറഞ്ഞ, സ്കൂളിലൊക്കെ പാടിയിട്ട് ഞാൻ തന്നെ തിരിച്ചു കേട്ടിരിക്കണ ഒരു പ്രവണതയായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ ഇന്റർവ്യൂസിൽ അവരൊക്കെ എന്റെ പ്രൊഫൈൽ കപ്പിച്ചെന്നിട്ട് ഒന്നും കിട്ടിയില്ല. അവർക്ക് പാട്ടുകൾ മാത്രമേ. മോന്റെ പാട്ടൊക്കെ ഞാൻ എപ്പോഴും എന്തായാലും ചേച്ചി തുടക്കം പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഹൊറർ പാട്ടുകൾ പാടാൻ ഇഷ്ടമാണെന്ന്. നമുക്കെന്നാ ഒരു ഹൊറർ പാട്ട് തന്നെ പാടിക്കൊണ്ട് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ വയ്യ രീതിയിൽ. ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുവോളം ഈ നിലരാവിൽ ഈ നിലരാവിൽ ഈ നിലരാവിൽ. ഓക്കെ, കണ്ണടച്ച് കേട്ടിരുമ്പോഴത്തേക്കോട്ടല്ലോ നമുക്കത് വേറെ വൈബിലോട്ട് തന്നെയാണ് പോണത്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? പ്രേക്ഷകരോട് പറയാനുള്ള, എന്നെ ഇത്രത്തോളം ഈ കളങ്കാവൽ സിനിമയിലെ നിലാക്കായും എന്ന പാട്ടിലൂടെ എന്നെ
ഇത്രത്തോളം ഉയർത്തിയ എല്ലാ പ്രേക്ഷകരോടും, നെഞ്ചിലേറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇതിനകത്തോട്ട് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ മുജീബ്, ജിതിൻ, മമ്മൂട്ടി കമ്പനി എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. എത്തിപ്പെടാത്ത അത്രയും ദൂരത്തിൽ എന്നെ ഇപ്പോൾ ഇത്രത്തോളം ഉയർത്തി ഈ പാട്ട്. അതുകൊണ്ട് എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടും.